ഹായ് എവ്രി വൺ. സോ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കാർമിക് ട്രിഗേഴ്സ് റീഡിംഗ് ആണ്. ഷോർട്ടിൽ കാർമിക് ട്രിഗേഴ്സ് ആയിരുന്നു റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കത് നോക്കാം. ഞാനിവിടെ കാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചില റീഡിങ്സ് ചെയ്യുമ്പോൾ കുറേ ബ്ലോക്ക് വരാറുണ്ട്. അപ്പോൾ റീഡിങ്സ് എടുത്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയി പോയി. അപ്പോൾ എഗെയിൻ എടുത്ത കാർഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചില മെസ്സേജസ് പബ്ലിക്കലി കൊടുക്കുമ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ ബ്ലോക്ക് വരാറുണ്ട്. കാരണം അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മാറ്റം വരുമല്ലോ. അപ്പോൾ അത് ഡബിൾ എനർജി ഉണ്ടായിരിക്കുമല്ലോ, രണ്ടും എനർജി ഉണ്ട്. അത് പിടിച്ച് വലിക്കുന്നതാണ്. വേണ്ട വേണ്ട, ഈ നെഗറ്റീവ് രീതിയിൽ തന്നെ യൂണിവേഴ്സ് പോട്ടെ എന്ന് കരുതി. അപ്പോൾ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറേ റിസ്ക് ഉണ്ട് ഇവിടെ. ചില രീതിയിൽ റീഡിങ്സ് ചെയ്യുമ്പോൾ ലൈവ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്ലോക്കേജസ് വരും. മെർക്കുറി റിട്രോഗ്രേഡൊക്കെ വരുമ്പോൾ തീരെ ലൈവ് എടുക്കാൻ പറ്റാറില്ല. കാരണം അത്രയും ബ്ലോക്കേജസ് വരുന്ന സമയമാണ്. പക്ഷേ എന്നിട്ടും റിസ്ക് എടുത്തിട്ട് ആ ഒരു ട്വിൻ ഫ്ലെയിംസിലൂടെ കടന്നു പോകുന്നവർക്ക് കറക്റ്റ് മെസ്സേജസ് ഗൈഡൻസസ് കൊടുക്കണമല്ലോ. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും ഇന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം കേട്ടോ. ഓക്കെ, കാണുന്നുണ്ട് വിചാരിക്കണം. നോക്കൂ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ട് 5 ഓഫ് വാൻസ് ആണ്. ഈ 5 ഓഫ് വാൻസ് എന്ന് പറയുന്നത് എന്താണ്? കാർമിക് ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ്, ഡിസ്പ്യൂട്ട്, തമ്മിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ബേസ് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങളോട് മേ ബി നിങ്ങളായിട്ട് ഇപ്പോൾ എല്ലാവരും എപ്പോഴും റിലേഷൻഷിപ്പ് എപ്പോഴും വിചാരിക്കും നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം, സപ്പോർട്ടീവ് ആയിരിക്കണം, ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം എന്നാണ് എപ്പോഴും നമ്മൾ കരുതുക. പക്ഷെ നമുക്ക് എപ്പോഴും അത് കിട്ടാറുണ്ടോ? ഇല്ല, കിട്ടാറില്ല. അപ്പോൾ നമ്മളായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതാണ് ഈ 5 ഓഫ് കപ്സിലേക്ക് വന്നത്. മീൻസ് ചെറിയൊരു പ്രായത്ത് മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് റിലേഷൻഷിപ്പിലായി. അപ്പോൾ കാണുമ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള പേഴ്സൺസ്, നല്ല പേഴ്സണാലിറ്റി, നല്ല കൈൻഡ് ഹാർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ അതവർ മാസ്ക് ഇട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതായിരിക്കാം. ആ മാസ്ക് പൊട്ടിയപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്ന് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ പേരും അനാവശ്യമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? അപ്പുറത്തെ വീട്ടിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. എനിക്ക് എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടത്? ലോയലാണോ, ട്രസ്റ്റ് വർത്തിയാണോ? അപ്പോൾ ആ ഒരു നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ അങ്ങനെ ഒരു സിമിലാരിറ്റിയുള്ള ആരുടെയും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുത്ത് വയ്ക്കാം. മാനിഫെസ്റ്റേഷൻ ബോർഡ്, വിഷൻ ബോർഡ്സ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളോട് പറയും, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുത്ത ആളെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പക്ഷെ ആൾ എങ്ങനെയായിരുന്നു? മാസ്ക്ഡ് ആയതുകൊണ്ട് ആദ്യമൊക്കെ സൂപ്പറായിരുന്നു, പിന്നെ സൂപ്പർ അല്ലായിരുന്നു. കാരണം റിലേഷൻഷിപ്പിൽ പല ഇഷ്യൂസ് വന്നു. മേ ബി തേർഡ് പേഴ്സൺസ് വന്നിട്ടുണ്ടായിരിക്കും. ക്യൂൻ ഓഫ് വാൻസ്, ഒരു ഷോർട്ട് ഹെയർ ആയിട്ട് ഒരു ലേഡി, കുറച്ച് ഓവർ കൺട്രോളിങ്. മേ ബി ചിലപ്പോൾ ലേഡി ഉദ്ദേശിക്കുന്നത് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡ്, മീൻസ് മദറോ സിസ്റ്ററോ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ആണാണെങ്കിലും അവരുടെ ഉള്ളിലൊരു ഫെമിനിൻ എനർജി, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില ആണുങ്ങൾക്കൊരു ഫെമിനിൻ എനർജിയാണ് കൂടി നിൽക്കുന്നത്. അപ്പോഴും ഭയങ്കര ഇമോഷണൽ, പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ ഈ ഒരു ഗോസിപ്സ് പറയുക, ഇതൊക്കെയാണെങ്കിൽ ആ ഫെമിനിൻ എനർജിയാണ് കൂടുതലുണ്ടായിരിക്കാം. മാസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനത്തേലൊന്നും അവർ കൂടുതൽ ഫോക്കസ് കരിയോ, റിസ്ക് എടുക്കാനുള്ള മെൻറ്റാലിറ്റി, ഭയങ്കര അവർ കാണുമ്പോൾ തന്നെ ഭയങ്കര ആ ഒരു പൗരുഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പേടി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഇമോഷണൽ ആയിരിക്കില്ല. ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. അതാണ് ഒരു മാസ്കുലിൻ എനർജി മെയിനിൽ വരിക. അപ്പോൾ ഇങ്ങനത്തെ എനർജീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ കണ്ടിരുന്ന അന്നത്തെ ലോകം എന്തായിരുന്നു? 7 ഓഫ് കപ്സ് ആയിരുന്നു. പല കപ്പുകളിലും ഇല്യൂഷണറി വേൾഡിലായിരുന്നു. നിങ്ങൾ അത്രയും ഇല്യൂഷൻ, എന്തൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടു നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അത്രയും അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫാൻറ്റസി വേൾഡിലായിരുന്നു. ഫാൻറ്റസി. പക്ഷെ നിങ്ങളുടെ ഫാൻറ്റസി എന്തായി? റിവേഴ്സായി. നിങ്ങളിപ്പോഴാണ് ശരിക്കും ഇതാണ് ലോകം അല്ലേ, ഞാൻ കണ്ടിരുന്ന ലോകമല്ല ലോകം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. കാരണം നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്, അതിപ്പോൾ എത്ര അംബാനി ആണെങ്കിലും അല്ലെങ്കിൽ ബോളിവുഡ് ആക്ടേഴ്സ് ആണെങ്കിലും അവർ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതും കർമ്മത്തിനാണ്. ആ ഒരു കർമ്മ അവരുടെ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ അവരുടെ റോള് കിട്ടിയിട്ട് മേ ബി ആക്ടേഴ്സ് ആയിട്ടായിരിക്കും. ഷേക്സ്പിയറിന് ഒരു കോട്ട് ഉണ്ടല്ലോ, എല്ലാവരും ആക്ടേഴ്സാണ്. ആൻഡ് നമ്മൾ എന്താ പറയുക, യൂണിവേഴ്സാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന പോലെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോള് തന്നിട്ടുണ്ട്. കാർമിക്സിന് തന്ന റോള് കാർമിക്കാരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. നമുക്ക് കിട്ടിയ റോള് നമ്മൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ.
ആ റോള് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, അതിൻ്റെ കർമ്മഫലം കിട്ടുന്നു, സോൾ കോൺട്രാക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലായിരിക്കും അതിൻ്റെ ബാക്കി ഡെപ്സ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫിലേക്കായിരിക്കും അവർ വേറെ റോളായിട്ട് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ് ഈ കാർമിക് കണക്ഷൻസ് ഒക്കെ നടക്കുന്നത്. എല്ലാവരുമായിട്ട് കാർമിക് കണക്ഷൻസ് ഉണ്ട്. ഈ കാർമിക് കണക്ഷൻസ് നല്ല കണക്ഷൻസും ആയിരിക്കാം, അല്ലെങ്കിൽ മോശ കണക്ഷൻസും ആയിരിക്കാം. ഈ മോശ കണക്ഷൻസൊക്കെ ആകുമ്പോഴാണ് എന്ത് വരുന്നത്, നമുക്ക് ഈ ഒരു ന്യൂസിലൊക്കെ കാണുന്ന പോലെ ഡൗറി സിസ്റ്റത്തിലൊക്കെ ആയിട്ട് കൊല്ലുന്നതും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുന്നത് നെഗറ്റീവായിട്ടുള്ള കണക്ഷൻസാണ്. ഇപ്പോൾ കുറേ ഡൗറി സിസ്റ്റത്തിൽ കുറേ സ്ത്രീകൾ മരിച്ചല്ലോ, ചെറുപ്പം കുട്ടികൾ. ശരിക്കും അവരെ സോൾ കോൺട്രാക്റ്റ് ആയിരുന്നു അത്. അവർ ഏതെങ്കിലും ലൈഫ് ടൈമിൽ വേറെ രീതിയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റംസ് ഫോളോ ചെയ്തതും ഈ ഒരു സോളിൽ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ അവരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു കോൺട്രാക്റ്റുമായിട്ടാണ് ഈ ഒരു ലൈഫ് ടൈമിൽ വരുന്നത് നടക്കുന്നത്. ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അപ്പോൾ കൊല്ലുന്ന ആൾക്കാരൊക്കെ പാവങ്ങളാണ്, ഇരകളാണ് പ്രശ്നക്കാരെന്ന്. ശരിക്കും കർമ്മ കോൺട്രാക്റ്റാണ്. ശരിക്കും സ്പിരിച്വാലിറ്റി അറിയുന്ന ഒരു പേഴ്സണ് ഈ ഒരു പറഞ്ഞ കാര്യം ഈസിലി മനസ്സിലാവും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അതൊരു ഡൗട്ട് അടിക്കാം. ശരിക്കും അതാണ്, എല്ലാം കർമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പാർട്ട്ണർ, നിങ്ങൾക്ക് കിട്ടുന്ന ഫാമിലി, ഫ്രണ്ട്സ് ചീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നു, നല്ല രീതിയിൽ പോകുന്നു, പക്ഷേ ഉള്ളിൽ കൂടെ ചതി ചെയ്യുന്നു, ബിസിനസ് പൊളിയുന്നു. ഇപ്പോൾ ഗോട്ട് ഫിലിം ഞാൻ കണ്ടപ്പോൾ അതിൽ ചില ഫിലിംസ് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടും, ലൈഫ് ലെസൺസ് പഠിപ്പിക്കും. അപ്പോൾ ആ ഗോട്ട് ഫിലിം ഞാനിപ്പോഴാണ് ഇന്നലെ കണ്ടത് നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കൂടെ നിന്നിട്ട് ചതിച്ചല്ലോ അല്ലേ, നമുക്ക് മനസ്സിലായി അവർ ചതിക്കൊന്നുമില്ല. അതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അവയർനെസ് കൊണ്ടുവരും. നമുക്ക് ഈ ഏജിൽ കാർഡ്സിൽ എപ്പോഴും പറയും അവയർനെസ്, ഗെറ്റ് ഇൻഫോർമേഷൻസ്. നിങ്ങൾ കണ്ണടച്ച് ആരും വിശ്വസിക്കല്ലേ മക്കളെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചതി കിട്ടും. ഏറ്റവും കൂടുതൽ ചതിക്കാൻ പറ്റുന്നത് നിങ്ങൾ കൂടെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളായിരിക്കും നിങ്ങൾ ചതിക്കുക. പുറത്തുനിന്ന് ഒരാൾ ചതിക്കില്ല, കാരണം നമ്മൾ ചതിക്കുന്ന ഇന്നും കൊടുക്കില്ല, വിശ്വസിക്കില്ലല്ലോ അവരെ. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക, അവരെ ട്രസ്റ്റ് പറ്റി, അവരൊരിക്കലും തന്നെ ചെയ്യില്ല എന്ന് കരുതുന്ന ആൾക്കാരാണ് നമുക്ക് ചെയ്യുന്നത്. ഈ ഒരു കലിയുഗമാണ്. അപ്പോൾ എല്ലാവരും അവയർനെസ്സോടെ പോവുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് യൂണിവേഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടും. യൂണിവേഴ്സ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന മുന്നേ തന്നെ നമുക്ക് സ്വപ്നങ്ങളിലൂടെ എന്തെങ്കിലും രീതിയിലൂടെ നമുക്ക് സയൻസ് കാണിച്ച് തരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് അടുക്കൂ. ഇന്നത്തെ ഒരു കോട്ട് ഇതാണല്ലോ, പരീക്ഷണ ഘട്ടങ്ങളിൽ ഈശ്വരനെ മാത്രം ആശ്രയിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. അഫ്കോഴ്സ് വേറെ എത്ര സാധാരണ ആൾക്കാരും ബില്യണിയറായാലും പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോയാലും അവരുടെ വൈബ്രേഷൻസ് ചിലപ്പോൾ ഈ ഡിവൈൻ വൈബ്രേഷൻസ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, അവർക്ക് ഇപ്പോൾ കുറച്ച് പൈസ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻസ് കിട്ടണമെങ്കിൽ ഡിവൈൻ്റെ അടുത്ത് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസാണ് നിങ്ങൾ ഇല്യൂഷൻസ് ഉണ്ടായിരുന്നത് പൊളിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, രണ്ടും ബ്ലാക്ക് കളർ. ഈ ബ്ലാക്ക് കളർ എപ്പോഴും കാണിക്കുന്ന വിഷമത്തിനെയും നഷ്ടപ്പെടുന്നതിനെയും അതുപോലെ എന്താ പറയുക, ലോസ്, ബിട്രയൽ, ചതി, ബാക്ക് സ്റ്റാബിങ്, എന്തൊക്കെ പ്രയാസങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങളെ നയിക്കുന്നത്, നിങ്ങൾ വന്നത് ഒരു പർപ്പസ് ഉണ്ട് മക്കളെ, അതിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു, അതിനർത്ഥം എന്താണെന്നറിയോ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അവിടുത്തെ കർമ്മ കഴിഞ്ഞു, ആ ഒരു ഓഫീസിലത്തെ കർമ്മ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അവിടുന്ന് മാറണമെങ്കിൽ അവിടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമോ അല്ലെങ്കിൽ മാനേജർ ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട അവിടുത്തെ സിറ്റുവേഷൻസ് കഴിഞ്ഞു, അവിടുത്തെ കർമ്മ കഴിഞ്ഞു, ഞാൻ പോകേണ്ട സമയമായി. എനിക്കൊക്കെ ഇപ്പോൾ അങ്ങനെ മനസ്സിലാവും കേട്ടോ. പല സിറ്റുവേഷൻസും പല കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് മാറ്റണമെങ്കിൽ ഡിവൈൻ്റെ ഒരു ഇൻ്റർവെൻഷൻസ് ആണത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പേഴ്സണലായി എടുക്കും, അവർ എന്നോട് അങ്ങനെ ചെയ്തു, റിവെഞ്ച് അല്ല, അതൊരു കാർമിക് കോൺട്രാക്ട്സ് അവിടെ നിന്ന് കഴിഞ്ഞു. ഇനി അടുത്ത ലെവൽ ഓഫ് ഗെയിമിലേക്ക്, നെക്സ്റ്റ് ഫേസിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുറേ പേര് നമ്മുടെ നാട്ടിൽ ജീവിച്ച ആൾക്കാർ തന്നെ എത്ര പേര് അബ്രോഡൊക്കെ സെറ്റിലായവരുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർക്ക് നാട്ടിലല്ല, കേരളത്തിലോ അല്ല അവരെ കാർമിക് കോൺസ്. ചിലവർക്ക് അമേരിക്കയിലായിരിക്കാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലായിരിക്കാം, അല്ലെങ്കിൽ ദുബായിലായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലോ എവിടെയാണ് നിങ്ങൾ പോയി സെറ്റിൽ ആവുന്നത് അവിടെയാണ് നിങ്ങൾക്ക് കർമ്മയുള്ളത്. അവിടുത്തെ ആൾക്കാരുമായിട്ടും അവിടുത്തെ പ്രദേശത്തെ ആൾക്കാരുമായിട്ടാണ് നിങ്ങൾക്ക് കർമ്മയുള്ളത്. നിങ്ങൾ ബോൺ ചെയ്തു ഒരു ഫാമിലി, ഓക്കെ. ഇനി കർമ്മ പോകുന്നത് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഏത് ഫാമിലിയിലേക്കാണ് നിങ്ങൾ കല്യാണം കഴിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ ജോലി തേടി പോകുന്നത്, അവിടെയാണ് നിങ്ങൾക്ക് കർമ്മയുള്ളത്. കർമ്മ നല്ല കർമ്മയായിരിക്കാം, മോശ കർമ്മയായിരിക്കാം. അപ്പോൾ എല്ലാം കർമ്മയാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനെ കർമ്മയാണ്. കർമ്മേനെ കുറിച്ചിട്ട് 4 ടൈപ്സ് ഓഫ് കർമ്മ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് കാണണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയ കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കർമ്മങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നത് 4 ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഉള്ളതിൽ ഒട്ടും ഹാപ്പി അല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് കുറവാണെന്നറിയോ? ചിലവർ മെസ്സേജ് അയച്ചു വരുമ്പോൾ നമുക്ക് അവർ ആ ഒരു ഹായിൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ഗ്രാറ്റിറ്റ്യൂഡ് കുറവായിട്ട്. അത് അവർക്ക് അറിവില്ലാണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചാനലിലൂടെയൊക്കെ ഇങ്ങനെ അറിവ് പാസ് ചെയ്ത് തരുന്നത്. അതൊക്കെ നിങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുക. അതിപ്പോൾ എന്നേക്കാളും ഇത്ര പ്രായമുള്ളവരായിരിക്കാം. അപ്പോൾ ഈഗോ ഇരിക്കരുത്, ഓ ഈ ചെറിയ കുട്ടിക്ക് എന്നെ ഉപദേശിക്കാൻ പറ്റും, അങ്ങനെയല്ല. നമുക്ക് ആ സോളിന് ചെറുതിലെ തന്നെ നമുക്ക് ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് പാസ് ചെയ്ത് തരാൻ സാധിക്കുന്നത്. അപ്പോൾ 4 ഓഫ് കപ്സ് ആണ്. ഉള്ളതിൽ ഹാപ്പി ആവുക. ഇയാൾക്കൊരു കൈ നീക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയുള്ള ഈ 3 കപ്പ്, പക്ഷേ കൈ നീട്ടാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇവിടുന്ന് എണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻ എന്താ, നല്ല ഡിവൈൻ അല്ലേ അല്ലേ, എന്നാൽ വേണ്ട ഞാൻ അവർക്കൊരു കപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പ് വന്ന് കൊടുക്കണം കൈയായിട്ട്. എന്നിട്ടും അവൻ്റെ മുഖം ഹാപ്പി ഉണ്ടോ? അപ്പം അവന് 100 കപ്പ് കൊടുത്താലും അവൻ ഹാപ്പി ആവും? ഇല്ല. അപ്പം അവൻ ആദ്യം അവന് കിട്ടിയ ഒരു കപ്പിൽ ഹാപ്പി ആയാൽ മാത്രമാണ് 100 കപ്പിൽ അവന് ഹാപ്പി ആവാൻ സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ്. സൺ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റിയലൈസേഷൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ ഹാപ്പിനെസ്, കുട്ടികളെ നോക്കുന്നവരാണെങ്കിൽ ഫെർട്ടിലിറ്റി. കാരണം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൺഫ്ലവേഴ്സൊക്കെ ഡാൻസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു പാർട്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഹയർ ലെവലിലേക്ക് പോകുന്നു. എൻഗേജ്മെൻറ്റ്, മാരേജ്, ബേബി ഷവർ, അങ്ങനെ എന്തൊക്കെ ഫങ്ഷൻസ്, റിയൂണിയൻ, റീകൺസിലേഷനൊക്കെ ഈ ഒരു കാർഡ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇല്യൂഷൻ വേൾഡ് കണ്ടോ, ഞാനിപ്പോൾ ഇത് റിവേഴ്സിനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ചിന്തകളെ മാറ്റണം. ചിന്തകളെ മാറ്റുമ്പോഴാണ് അവിടെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ട്രിഗേഴ്സ് മേ ബി എനിക്കിതിൽ കൂടുതലും ഒരു മെയിലാണ് കാണുന്നത്, ഫീമെയിൽ ഒന്നേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി ഫാദർ വൂൺസ്, അച്ഛനിൽ നിന്ന് കിട്ടിയ കുറേ മുറിവുകൾ ഉണ്ടായിരിക്കും. മേ ബി അച്ഛന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആയിരിക്കും. നിങ്ങൾ അങ്ങോട്ട് വിടില്ല ഇങ്ങോട്ട് വിടില്ല, ഇത് മാത്രം ചെയ്താൽ മതി, അങ്ങനെ അവരെ ഇഷ്ടപ്പെടുന്ന കരിയർ നിങ്ങളെ കമ്പൽ ചെയ്ത് ചൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പാർട്ട്ണറെ കൊണ്ട് കല്യാണം കഴിച്ച് വിട്ടിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫാദർ വൂൺസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളത് ഹീൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മദർ വൂൺസും കാണിക്കുന്നുണ്ട്. ഫാദർ, മദർ, സിസ്റ്റർ എന്നൊക്കെ വളരെ കിട്ടുന്നത് കുറവായിരിക്കും. പക്ഷേ ഫാദർ, മദർ വൂൺസാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇമ്പാക്റ്റ് വരുന്നത് നമ്മുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാദറോ മദറോ ആകുമ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കും പാസ് ചെയ്ത് പോകുക. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഇന്നർ ചൈൽഡാണ് അവിടെ വേദനിക്കപ്പെടുന്നത്. അപ്പോൾ അത് മാറാൻ വേണ്ടി കൂടിയിട്ടാണ് ഇതിൽ തന്നെ ഇൻഫോർമേഷൻസ് തരുന്നത്. ചെയ്ത് കുട്ടികളോടൊന്നും അധികം സ്ട്രോങ് ആയിട്ട് പെരുമാറരുത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ഫ്രീ ആക്കി വിടുക. അവർ കമ്പൽ ചെയ്ത് പഠിപ്പിക്കേണ്ട. അവർക്ക് ബേസിക് നോളജസ് ആവശ്യമാണ്. ചിലപ്പോൾ അവർക്ക് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് ശോഭിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് സിസ്റ്റത്തിൽ അവരെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതിലായിരിക്കില്ല. അവർക്ക് ചിലപ്പോൾ വേറെ കഴിവുകളുണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുക, ആ കുട്ടികളൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ഹൃദയം മെയിൻലി വേദനിപ്പിക്കാതിരിക്കുക. കുറേ റീഡിങ്സ് വരുമ്പോൾ അങ്ങനെ ഹാർഷ് ബിഹേവിയർ പറയാറുണ്ട്. അതാണ് കോമൺ ആയിട്ട് പറയുന്നത്. കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. അപ്പോൾ ഇതിൽ പറയുന്നത് ഉള്ള 2 കപ്പ് ഉണ്ട് നിങ്ങൾക്ക്. ആ 2 കപ്പിലും നിങ്ങൾ ഹാപ്പി ആവുക. നിങ്ങളുടെ 2 എനർജീസ് ബാലൻസ് ചെയ്യുക. ഫെമിനിൻ, മാസ്കുലിൻ എനർജി ബാലൻസ് ചെയ്യുക. DMDF ബാലൻസിങ് ഈ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എത്ര മുന്നേ, ഒരു 10 months മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം. ഇന്നർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഇന്നർ വർക്ക്സ് എല്ലാവരും ചെയ്യുക. എല്ലാവരും സിസ്റ്റത്തിൽ എററായിട്ട് തന്നെയാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ജനിക്കില്ല. കാരണം നമുക്ക് കർമ്മമില്ല. 0 കർമ്മ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം? നമുക്ക് നെഗറ്റീവ് കർമാസ് കൂടുമ്പോഴും ആണ് നമുക്ക് കൂടുതലും ഭൂമിയിലേക്ക് വരുന്നതും ഹീലിങ്സ് വേണ്ടി എടുക്കേണ്ടി വരുന്നതും കാർമിക് കോൺട്രാക്ട്സ് നടക്കുന്നതും. അപ്പോൾ ഇതിൽ കാണുന്ന 5 ഉണ്ട്. ഇന്ന് 6 അല്ല, നമ്പർ 5, 7, 4, 19, 1. നിങ്ങൾ മേ ബി 19, 9, 1, 9 ഒക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. 444 കാണുന്നുണ്ടായിരിക്കാം. 777 കാണുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റഡ് ആകാൻ പോകുന്നതാണ് ഞാൻ പറയുന്നത്. അതുപോലെ മെയിൻലി മെൻ്റൽ കോൺഫ്ലിക്ട്സ്. ഇത് മേ ബി മെൻ്റൽ കോൺഫ്ലിക്ട്സ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളായിരിക്കാം, ഫൈറ്റിംഗ് എനർജി ആയിരിക്കാം. ഉള്ളിൽ നമുക്ക് സംഘർഷം ഉണ്ടാവില്ല. അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുക. സംഘർഷത്തിൻ്റെ ആവശ്യം ഇല്ല, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒരു കാർഡ് വന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ വിഷമത്തിൽ പോകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ എപ്പോഴും ഹാപ്പി ആക്കും. ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള ഗെയിൻസ് തന്നിട്ടോ, പൈസ തന്നിട്ടോ, അല്ലെങ്കിൽ ആരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കോൾ വന്നിട്ടോ, എന്താണ് വിഷമമൊക്കെ ഉണ്ടോ, പൈസ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഓരോ സോൾമേറ്റ്സിനെ യൂണിവേഴ്സ് വിടും. യെസ്,
അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പുതിയ സ്റ്റാർട്ടോ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന പാർട്ണർ വളരെ മോശമാണെങ്കിൽ ചിലപ്പോൾ അവർ സോൾമേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. വെറുതെ കൺവേർട്ട് ആവില്ല, നമ്മളിവിടെ ഹീലിങ്സ് ചെയ്യുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ അവരായിട്ട് തന്നെ പോയി പുതിയൊരു പാർട്ണർ എൻട്രിയും കാണിക്കുന്നുണ്ട്. നല്ല ഹാപ്പി ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് നിങ്ങൾ ഓവർഫ്ലോ ആയിട്ട് സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ആ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം ആത്മാർത്ഥമായി തരുന്നൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതും ഒരു കാർഡ് കാണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതാണ് കാണിക്കുന്നത്. ഞാൻ ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് ഒന്ന് നിർത്തും. അങ്ങനെ ഏഞ്ചൽസ് നല്ല രീതിയിൽ മെസ്സേജസ് തരും. നിങ്ങളോട് ഇവിടെ വിശ്വസിക്കൂ അല്ലെങ്കിൽ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ മെസ്സേജസ് തരുന്നതാണ്. യൂണിവേഴ്സ് സ്പേസ് ഏഞ്ചൽ എന്താണ് ഈ കാർമിക് ട്രിഗേഴ്സിന്? കാർമിക് ട്രിഗേഴ്സ് വരുമ്പോൾ നിങ്ങൾ കാർമിക് ആയിട്ടുള്ള ക്ലിയറൻസസിൻ്റെ മെഡിറ്റേഷൻസ് ചെയ്യുക. അല്ലെങ്കിൽ അത്ര ഡീപ്പർ ട്രോമയും വൂൺസും ആണെങ്കിൽ നിങ്ങൾ ഹീലിംഗ് സെഷൻസ് എടുക്കേണ്ടി വരും. കറക്റ്റ് റൂട്ടോടെ കളയണത്, അല്ലെങ്കിൽ അത് ഇങ്ങനെ നിൽക്കും. ഒരു കാർഡ് വീണിട്ടുണ്ട്, റീകൺസിഡർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇതിലിപ്പോൾ സിംഗിൾസ് കാണുന്നുണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് ഉള്ളവർ കാണുന്നുണ്ടായിരിക്കും, വിഡോസ് കാണുന്നുണ്ടായിരിക്കും, ഡിവോഴ്സ് ആയവർ കാണുന്നുണ്ടായിരിക്കും, പല സിറ്റുവേഷനിലുള്ള ആൾക്കാരും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ പറയുന്നത് നിങ്ങളിപ്പോൾ വേറെ ആളെ ഡീൽ ചെയ്യുന്നുണ്ടോ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ കരിയർ ഒട്ടും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാത്തത്, അങ്ങനെയാണെങ്കിൽ റീകൺസിഡർ ചെയ്യൂ. ഒന്നുകൂടി നോക്കൂ, അത് എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ റിലീസ് ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഹീലേഴ്സൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും എനർജീസ് വളരെ നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിടും. കാരണം ആ എനർജി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കും നമ്മളുടെ ഓറയ്ക്ക് അത് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഞാനൊരു എനർജി എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറ്. അപ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന എനർജീസിനെ അപ്പോൾ ബ്ലോക്ക് ചെയ്തിടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത എനർജീസിനെ ബ്ലോക്ക് ചെയ്തിടുക. എന്തിനാ അവരുടെ എനർജി നമ്മളെടുത്തിട്ട് പിന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യണം നമ്മൾ കുറേ. ഓക്കെ, എബണ്ടൻസിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പോലെ എബണ്ടൻസ് ആണ്. ധാരാളമായിട്ടുള്ള എബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഉയർത്തുമ്പോൾ എബണ്ടൻസ് ഓട്ടോമാറ്റിക്കലി വരും. യെസ്, ബിഗ് ഹാപ്പി ചേഞ്ചസ്. നല്ല കാർഡാണ് ഇത്. വളരെ വലിയൊരു ഹാപ്പി ചേഞ്ചാണ് പറയുന്നത് ലൈഫിൽ. നിങ്ങൾ കറക്റ്റായിട്ട് റീകൺസിഡർ ചെയ്ത് എന്താണ് എനിക്ക് വേണ്ടതെന്ന് കൺസിഡർ ചെയ്ത് വേണ്ടാത്തത് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്രയും അബണ്ടൻസും കാര്യങ്ങളാണ് വരുന്നത്. ബോട്ടം എന്ന് പറയുന്നത് വെയിറ്റും പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രസ്റ്റ് കാർഡും സക്സസ് ഉണ്ട് കേട്ടോ. നല്ല കാർഡാണ്. സക്സസിൻ്റെ കാർഡും കൂടി ഉണ്ട്. ഞാൻ ഇത് എടുക്കുമ്പോൾ ട്രസ്റ്റിൻ്റെ കാർഡും കൂടി ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് ചിലവർ. റീഡിങ്സിൽ വരുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ് അവരുടെ കാര്യങ്ങൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. ഞാൻ ജസ്റ്റ് പേരും ഡേറ്റ് ഓഫ് ബർത്തേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കാറില്ല. അതും പോലും തരാൻ പേടിയുള്ളവരുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ അത് അവരുടെ ഇഷ്യൂ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക. ആ ട്രസ്റ്റ് ഇഷ്യൂ വെച്ചിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വലിയ സക്സസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ റീകൺസിഡർ ചെയ്ത് ഹീൽ ചെയ്യുക. ഈ ഒരു ഇല്യൂഷണറി വേൾഡിൽ നിന്ന് കടക്കുക. ഇല്യൂഷൻ്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞു. ഈ കൊറോണയൊക്കെ വന്ന സമയം തൊട്ടിട്ട് ഇല്യൂഷൻസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. റിയാലിറ്റിയിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഫാമിലിയുടെയും എല്ലാവരുടെയും മുഖങ്ങൾ കണ്ടു തുടങ്ങി. കുറേ പേർക്ക് റിയലൈസ്ഡ് ആയി പൈസയും പണമൊന്നുമല്ല. ഒരു അസുഖം വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് കുറേ പേരുടെ റിലേഷൻഷിപ്പ് എത്ര നല്ലതാണ് എത്ര മോശമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഡിവൈനായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഡിവൈൻ ഇൻ്റർവെൻഷൻസൊക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് കൊണ്ടിടുന്നതും ഓരോരുത്തരുടെ ഓരോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മെഡീഷ്യൻ കാർഡ് കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. റിലേഷൻഷിപ്പ് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയാറില്ല. കാരണം നമുക്കറിയില്ല ഡെസ്റ്റിനിയിൽ അവരുണ്ടോയെന്ന്. ഡെസ്റ്റിനിയിൽ അവരില്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത് അവരുടെ ലൈഫിലും ബ്ലോക്കേജസ് കൊണ്ടുവരും, നമ്മുടെ ലൈഫിലും ബ്ലോക്കേജസ് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ കരിയറും ഫിനാൻസ് നിങ്ങളൊന്ന് ബേസ്, നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻറ്റ് എനർജിയിലേക്ക് വരും. പിന്നെ നിങ്ങളിലേക്ക് വരേണ്ട ആൾക്കാർ വേഗം തന്നെ എത്തും. എനർജി അപ്പോൾ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയല്ലോ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. നിങ്ങളുടെ ഫിനാൻസ് അല്ലെങ്കിൽ കരിയർ ഹെൽത്തിലൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. റിലേഷൻഷിപ്പിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം അത് ചിലപ്പോൾ തിരിഞ്ഞും വരാം, ഓപ്പോസിറ്റായിട്ടും വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് റീഡിങ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇച്ചിരി ശബ്ദം കുറവുണ്ട്. ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇന്ന ഡിറ്റാച്ച്മെൻറ്റാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ്, ഞാൻ വെജിറ്റേറിയൻ ആണ്, സാത്വിക് ആണെങ്കിൽ പോലും ഈ കേട് ഭയങ്കര ഇഷ്ടമാണ്. കേട് പക്ഷെ ഇപ്പോൾ കേട് തീരെ കഴിക്കാൻ പറ്റില്ല. കേട് കഴിച്ചാൽ അപ്പം മൗത്ത് അൾസർ പോലെ വരാം. അപ്പോൾ എനിക്കതിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് പൊട്ടിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ചില ഫുഡ്സ് ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു കോൾഡ് പോലെ, ഒരു ത്രോട്ട് ചക്ര ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ശബ്ദത്തിൽ കുറഞ്ഞത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഹാപ്പി ആവുക. ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും, ആക്സെപ്റ്റ് ചെയ്യുക, യു ജസ്റ്റ് മൂവ് ഓൺ. അതേ ചെയ്യാൻ സാധിക്കും. ഫോർവേഡ് ചെയ്ത് പോവുക. പാസ്റ്റിലും നിൽക്കണ്ട, ഫ്യൂച്ചറിലും നിൽക്കണ്ട, പ്രസൻറ്റിൽ നിങ്ങൾ
നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഡിവൈനെ കൂട്ടിപ്പിടിച്ച് പോവുക. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഹാപ്പി ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നുണ്ട്, സൺ കാർഡൊക്കെ ഉണ്ട്. അതുപോലെ ബിഗ് ഹാപ്പി ചേഞ്ചസിൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഈ ഒരു സമയം കടന്നു പോകും. ദിസ് ടൈം വിൽ പാസ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, സോ താങ്ക് യു. റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആണ്, ഇന്ന് ആർക്കും റീഡ് ചെയ്ത് കൊടുക്കില്ല. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. മൺഡേ ടു സാറ്റർഡേ വരെയുള്ള സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മുന്നേ ഇന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം നിങ്ങൾക്ക് മൺഡേക്ക് റീഡിങ്സ് വേണം. കാരണം ഇന്നലെ കുറേ പേര് ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൺഡേക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു 4 റീഡിങ്സ് ഞാൻ ഇപ്പം 4 റീഡിങ്സിൽ നിന്നൊരു 3 or 2 റീഡിങ്സ് ഞാൻ കുറച്ചു. കാരണം എനർജീൻ്റെ സോളാർ ഫ്ലെയേഴ്സ് അത്രയും ഹെവി ആയതുകൊണ്ട് രാവിലെ ഒന്നും തിരെ എണീക്കാനേ പറ്റുന്നില്ല. അത്രയും എനർജി വന്നിട്ട് റീഡൊക്കെ ചെയ്ത് വർത്താനം കുറേ പറയില്ല, ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്സ് വേണമെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒക്കെ പെയ്ഡ് ആയിരിക്കും കേട്ടോ, ഫ്രീ ആയിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ ഇന്നലെ കുറച്ച് പേരൊക്കെ ടാരോ കോഴ്സിന് വേണ്ടി പുതിയ ബാച്ചിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നവരാത്രി ആയതുകൊണ്ട് വളരെ നല്ല സമയമാണ്. ഏതെങ്കിലും ഡിവൈൻ കോഴ്സസ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പഠിക്കാം. കാരണം നവരാത്രി ആകുമ്പോൾ വ്രതം ഉണ്ടായിരിക്കുമല്ലോ 9 days. അപ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് പോകുമ്പോൾ നന്നായിട്ട് പഠിക്കാനും തേർഡ് ഐ ഓപ്പൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ടാരോ. എനിക്ക് ടാരോ ആണ് അറിയുന്നത്. ടാരോ നല്ല ഇതാണ്, നമുക്ക് കുറേ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇന്നലെ ഒരാൾക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാർഡ്സ് എടുത്ത്, പക്ഷേ എനിക്ക് ഇൻറ്റ്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ വന്നത് ഞാൻ പറഞ്ഞപ്പോൾ അത് അവർക്ക് വളരെ കറക്റ്റായിരുന്നു. അതായത് റിവ്യൂസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഇൻറ്റ്യൂഷൻ വരും ആ സമയത്ത്. അതൊരു ടാരോ കൊണ്ടാണ് എനിക്ക് ഇത്ര ഡെവലപ്പ് ആയത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.